ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മലയാറ്റൂര് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ പോയത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ ഫുള്ളായിട്ട് വ്ലോഗ് എടുത്തിട്ടില്ല, കാരണം സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡുമാണ് കേട്ടോ കയറി പോകുന്നത്. കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് കയറുന്നുണ്ടായിരുന്നു. ഒത്തിരി പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പിള്ളേരെല്ലാം ഓടി ചാടി മല കയറുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ പെരുന്നാളും കൂടിയാണ് മുത്തപ്പൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയത്. ഞങ്ങൾ അങ്ങനെ പോവാറുണ്ട്, വർഷത്തിലൊരിക്കൽ പോവാറുണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ നമുക്കങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇക്കൊല്ലം കുഞ്ഞിനെയും കൊണ്ട് മല ചവിട്ടാമെന്ന് നമുക്ക് നേർച്ചയുള്ളതുകൊണ്ടാണ് കേട്ടോ പോയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കൊറോണ കഴിഞ്ഞ ടൈമിൽ മല കയറാൻ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം കൊറോണ കഴിഞ്ഞിട്ട് ഹെൽത്ത് ഭയങ്കര പാടായ പോലെ തോന്നി കയറാനായിട്ട്. അപ്പൊ ഇത് നമ്മുടെ പൊന്നും കുരിശ് പിന്നെ ദേ ആന കുത്തിയ പള്ളി ഇതെല്ലാം കണ്ടു. നല്ല തിരക്കായിരുന്നു. പള്ളിയുടെ അകത്തെല്ലാം കുർബാനയൊക്കെ നടക്കുന്ന കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളൊരു 7 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ മല കയറിയത്. 7 മണി 7:30 ആയിരുന്നു തോന്നുന്നു എനിക്ക്. നമ്മളെന്തായാലും നേരത്തെ പോയി വീട്ടിൽ നിന്ന്. എന്നിട്ട് അവിടെ എത്തി കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് രാവിലെ കയറുന്നതാണ്. ഞങ്ങൾ എപ്പോഴും രാവിലെയാണ് കയറാറ്. അപ്പൊ എനിക്ക് തോന്നുന്നത് രാവിലെ കയറിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം വെയിലാവണതിന് മുന്നേ നമുക്ക് ഇറങ്ങിപ്പോരാം. രാത്രി പോകുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ രാത്രി പോയിട്ടില്ല. രാത്രി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യട്ടോ. പിന്നെ ദേ നമ്മളപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങി പോവാണ് കേട്ടോ. കയറാൻ നല്ല അത്ര പാടായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ ഇറങ്ങാനാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. മിക്കവരും പറയാ ഇറങ്ങാനാണ് പാട്, കയറുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, കുറച്ച് കഷ്ടപ്പെട്ടാലും എങ്ങനെയും കയറി പോവാം, പക്ഷെ ഇറങ്ങാൻ നേരത്ത് കാലിങ്ങനെ സ്ലിപ്പായി പോവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ മിക്കവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഇന്ന് അധികം ക്ഷീണവും കാര്യങ്ങളും തോന്നിയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് മാത്രം കാലിലൊരു കുറച്ച് ഇങ്ങനെ മസിലൊക്കെ പിടിക്കുന്ന പോലെ വേദനയൊക്കെ തോന്നിയിട്ടു. വേറെ ആർക്കും അങ്ങനെ ക്ഷീണവും കാര്യങ്ങളും കുഞ്ഞിനാണെങ്കിലും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലൊന്ന്, വർഷത്തിലൊരിക്കൽ എന്തായാലും ഒന്ന് പോകണം കേട്ടോ മുത്തപ്പൻ്റെ അടുത്ത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാളാണ്. അപ്പം എന്തായാലും ഒന്ന് പോകണം കേട്ടോ പോവാത്തവരുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.